ഇത് ഈ ലോകത്തുള്ള എല്ലാ ജീവികളും പ്രസവിക്കുമായിരുന്നു. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ. കറക്റ്റാണല്ലേ? എന്താ മക്കളെ ചാടിച്ചാടി എൻജോയ് ചെയ്താ കേട്ടോ. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഏലിയാമ്മ ഗവേഷണമൊക്കെ നടത്തിയിട്ടാ ഇതിനിറങ്ങി തിരിച്ച്. എന്തൊരു അമ്മായി. അതെ പൂർണ്ണ ഗർഭിണി എന്ന് കേക്ക്. പൂർണ്ണ ഗർഭിണി നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ പ്രസവവേദന വന്നത്. ആ ഒലയ്ക്ക് അങ്ങോട്ടൊന്ന് ചാരി വെച്ചിട്ട് അപ്പുറത്തെ മുറി പോയി കുഞ്ഞിനെ പെറ്റിട്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ, എന്താണ് ആ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണോന്ന്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഇതുവരെ ഒരു സ്ത്രീയും വളരെയധികം എൻജോയ് ചെയ്ത് ലേബർ ചെയ്യുന്നതോ ഡെലിവറി ചെയ്യുന്നതോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻജോയ്മെന്റ് എന്ന് പറഞ്ഞ പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ അമ്യൂസ്മെന്റ് പാർക്കിലോ സിനിമാ തിയേറ്ററിലോ പോയി അപ്പുറത്തെ റൂമിൽ പോയി പ്രസവിച്ചാൽ പോയി. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ചു. മിസ്റ്റർ ബാഹുലേൻ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ.